ലഹരിക്കെതിരെ സമൂഹത്തെ ജാഗ്രതപ്പെടുത്താനും ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയും കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കതിരൂർ ടൗണിൽ കാവൽ മതിൽ തീർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുജയ അധ്യക്ഷയായി. വാഹനാപകടങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൂടിയാണ് നഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും ഒരുത്തൻ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ്. അതുകൊണ്ട് വലിയ വിപത്തായി മാറി വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയ പ്രതീക്ഷകളോടുകൂടി നന്നായി പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ കഴിവുകളായി കഴിയുമ്പോൾ ആ കുട്ടികൾ നശിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക്. തീർച്ചയായിട്ടും ഈ മഹാവിപത്തിനെ തോന്നാക്കാൻ നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ആദ്യമുള്ള തുടക്കം സിനിമ മോഹൻലാലിന്റെ മകൾ അനന്യയായി അവതരിപ്പിച്ചിട്ടുള്ള ആ സിനിമ, അതിന്റെ വില്ലൻ കഥാപാത്രം ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആ കഥാപാത്രങ്ങളിലൂടെയൊക്കെ പോകുന്നത് ലഹരിയുടെ അടിമയായിട്ടാണ്. ലഹരിയുടെ അടിമയായി ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് വില്ലനായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിനിമകളെല്ലാം മുന്നോട്ടേക്ക് വയ്ക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആശങ്കകളാണ് സാധിക്കുന്നത്. അത്തരത്തിൽ ആശങ്കകളെ എടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാം. ജനപ്രതിനിധികൾ, പോലീസ്, എക്സൈസ്, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, യുവജനങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ കാവൽ മതിലിൽ അണിചേർന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കൂരാറത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് തല ലഹരിവിരുദ്ധ കാവലാൽ കാർഡ് വിതരണം കൂത്തുപറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ പി ഷിംന നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ കെ വി ശോഷ്ന കാർഡ് സ്വീകരിച്ചു. വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തി പഞ്ചായത്തിലെ ലൈബ്രറിക്കുള്ള പുസ്തക വിതരണം താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് പവിത്രൻ മൊകേരി നിർവഹിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീഷ് നെയ്യൻ, കതിരൂർ പോലീസ് SI ജിഷ്ണുരാജ്, കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.